എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്നത് വിനയത്തെക്കുറിച്ചുള്ള കുറച്ച് കാര്യങ്ങളാണ്. അതായത് നമ്മളെക്കാൾ അറിവുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ പ്രായക്കൂടുതലുള്ള അല്ലെങ്കിൽ നമ്മളെക്കാൾ ഏത് തരത്തിലും ഉന്നതങ്ങളിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയെ കാണുന്ന സമയത്ത് അല്ലെങ്കിൽ ഏതൊരു വ്യക്തിയോടും നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഒരു വിനയം കാണിക്കാം. നമ്മുടെ ഉള്ളിൽ നിന്ന് സ്വമേധയാ വരേണ്ട ഒരു കാര്യമാണ് ഈ വിനയം എന്ന് പറയുന്നത്. അപ്പോൾ അത് കാണിക്കുന്ന സമയത്ത് പല വ്യക്തികളും ചെയ്യുന്നത് എന്താണ്? അവരുടെ ഉള്ളിൽ നിന്ന് സ്വമേധയാ വരുന്നില്ല. അവരത് ആക്ട് ചെയ്യുന്നു. അവരത് അഭിനയിച്ച് കാണിക്കുന്നു. ആ വ്യക്തിയോട് വളരെയധികം ഒരു വിനയം അഭിനയിച്ച് കാണിക്കുകയാണ് ചെയ്യുന്നത്. അതായത് നമ്മൾ നല്ല ഒരു വ്യക്തിയാണെന്ന് മറ്റുള്ള ആ വ്യക്തിയെ കാണിക്കാൻ വേണ്ടി, ധരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ വിനയം കാണിക്കുന്നത്. അല്ലേ? അത് അഭിനയിച്ചതിന് ശേഷം ആ വ്യക്തി പോയതിന് ശേഷം എന്താണ് ചെയ്യുന്നത്? നമ്മൾ ആ വ്യക്തിയെ ഇകഴ്ത്തി സംസാരിക്കുന്നു. അതായത് നമ്മുടെ ഉള്ളിൽ ആ വ്യക്തിയോട് വിനയമില്ല, അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള ഒരു വികാരം ആ വ്യക്തിയോട് ഇല്ല എന്നുള്ള രീതിയിൽ നമ്മൾ നമ്മളുടെ യഥാർത്ഥ സ്വഭാവം പുറത്ത് കാണിക്കുന്നു. അതായത് നമ്മൾ അഭിനയിക്കുകയാണ് അത്തരം വ്യക്തികൾ ചെയ്യുന്നത്. ഒരിക്കലും തന്നെ അങ്ങനെ അഭിനയിച്ച് കാണിക്കാൻ പാടില്ല. അതായത് അഭിനയിക്കാൻ പാടില്ല. അങ്ങനെ അഭിനയിക്കുന്ന സമയത്ത് എന്താണ് സംഭവിക്കുന്നത്? നമ്മുടെ ഉള്ളിൽ തന്നെ 2 തരത്തിലുള്ള ഒരു ഒരു ചിന്ത വരുന്നുണ്ട്. അതായത് ഒരു കോൺഫ്ലിക്റ്റ് അവിടെ സംഭവിക്കുന്നു. ഒരു വിരോധാഭാസം നമ്മുടെ ഉള്ളിൽ തന്നെ സംഭവിക്കുന്നു. അതുകൊണ്ട് എന്താണ് സംഭവിക്കുക? നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു റിസൾട്ട് നമുക്ക് ലഭിക്കില്ല. നേരെ മറിച്ച് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് ആ വിനയം കാണിക്കുകയാണെങ്കിൽ, നിങ്ങളുടെ മുമ്പിൽ വരുന്ന ഏതൊരു വ്യക്തിയോടും നമ്മൾ ആ വിനയത്തിൽ സംസാരിക്കുകയാണെങ്കിൽ, തീർച്ചയായിട്ടും നിങ്ങൾക്കറിയാം നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ആത്മാർത്ഥമായി വന്ന ഒരു വികാരമാണ് ആ വിനയം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്താണ്, നിങ്ങൾക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടും. അതായത് നിങ്ങൾക്ക് മറ്റേ ആ വ്യക്തി നിങ്ങൾ അഭിനയിക്കുകയല്ല എന്ന് ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. നിങ്ങൾ അഭിനയിക്കുന്നതും ആ വ്യക്തിക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ ആ വ്യക്തി നിങ്ങളെ തിരിച്ചറിയുകയും നിങ്ങൾക്കതിൻ്റെ റിസൾട്ട് കിട്ടുകയും ചെയ്യുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? നമ്മളുടെ ഉള്ളിൽ നിന്ന് വരേണ്ട ഒരു കാര്യമാണ് ഈ വിനയം എന്ന് പറയുന്നത്. അതൊരിക്കലും തന്നെ അഭിനയിക്കാൻ പാടുള്ളതല്ല. നല്ല രീതിയിൽ ആ ഒരു വിനയത്തോടു കൂടി തന്നെ ഏതൊരു വ്യക്തിയുടെ മുമ്പിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രസൻ്റ് ആയിട്ട് ഉണ്ടാവണം. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. നന്ദി, നമസ്കാരം.